അപ്പം പിന്നെ പറഞ്ഞു ഞാൻ വേണ്ടെന്ന് കാട്ടണ്ടല്ലേ അതിനൊന്നും കാട്ട. ഹലോ, അസ്സലാമലൈക്കും. ഈ വീഴ്ച ഇപ്പോൾ ഒരു ട്രെൻഡായ പോലെയാണ്, പ്രത്യേകിച്ച് കേക്കായിട്ട്. അപ്പോൾ എല്ലാ വീഡിയോയിലും ഇങ്ങനെ കേക്കായിട്ട് വീണ് കേക്കിന് അത് പറ്റി ഇത് പറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊന്ന് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ കേക്കിൻ്റെ ഷോർട്ട് ഇട്ടപ്പോൾ അത് പറയാഞ്ഞത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കേക്കിൻ്റെ വിശേഷവും വീണ വിശേഷവും ഒക്കെ പറയാം. അങ്ങനെ നമ്മളൊരു ചോക്ലേറ്റ് സ്പഞ്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ചിലരൊക്കെ ചോദിക്കും ഈ ബ്ലാക്ക് ഫോറസ്റ്റിന് നല്ല ബ്ലാക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ കളർ ആഡ് ചെയ്യുന്നുണ്ടോയെന്ന്. നമ്മൾ പൊതുവേ ഈ കൊക്കോ പൗഡറൊക്കെ വാങ്ങുമ്പോൾ ഈ കേക്ക് മെറ്റീരിയൽസ് ഒക്കെ ഉള്ള ഷോപ്പിൽ ഇങ്ങനെ ലൂസായിട്ട് വാങ്ങാൻ കിട്ടും. അങ്ങനെ 50 ഗ്രാം 100 ഗ്രാമൊക്കെ അങ്ങനെയാണ് വാങ്ങുന്നത്. ഇപ്പോൾ കൊക്കോ പൗഡറിനൊക്കെ നല്ല റേറ്റാണ്, അപ്പോൾ നോക്കി കണ്ടൊക്കെ വാങ്ങിക്കോളേ. പിന്നെ ഇതിലേക്ക് നമുക്കൊരു കാരമൽ സോസ് റെഡിയാക്കണം. അപ്പോൾ ഞാൻ മുമ്പ് ഒരുപാട് പ്രാവശ്യം കാരമൽ സോസ് ട്രൈ ചെയ്തിട്ട് നില പൊട്ടിയെന്ന് പറഞ്ഞ പോലെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. കാരമൽ സോസ് ഉണ്ടാക്കുമ്പോൾ നല്ല ക്ഷമ വേണം, നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ പഞ്ചസാര മെൽറ്റ് ചെയ്തെടുക്കുക. അത് നല്ല കാരമലായി വരുമ്പോൾ നമുക്ക് ഒരു ടീസ്പൂൺ നല്ല റൂം ടെമ്പറേച്ചറിൽ തന്നെയുള്ള ബട്ടർ ചേർത്ത് കൊടുക്കുക. അപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. അത് കഴിഞ്ഞിട്ട് അതൊന്ന് മെൽറ്റായി കഴിഞ്ഞാൽ നമുക്ക് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുക. അതും റൂം ടെമ്പറേച്ചറിൽ തന്നെയുള്ള നല്ല തണുപ്പ് പോയിട്ട് നല്ല ലിക്വിഡ് ഫോമായിട്ടുള്ളത് വേണം ചേർത്ത് കൊടുക്കാൻ. ഇങ്ങനെ നല്ല സോസ് പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് റോസ്റ്റഡ് പീനട്ട് കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി അത് അവിടെ ഇരുന്ന് ചൂടാറട്ടെ. ഇനി ബീറ്റ് ചെയ്ത് വെച്ച വിപ്പിംഗ് ക്രീമിലേക്ക് 1/2 കപ്പ് ചോക്ലേറ്റിലേക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തിട്ട് മെൽറ്റ് ചെയ്തതാണ്. അതുകൂടെ ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ക്രീം റെഡിയായി. ഒരു 35-40 മിനിറ്റ് ആകുമ്പോഴേക്ക് നമ്മളെ സ്പഞ്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് സ്പഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 3 ലെയറായിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കാൻ ഹൈറ്റ് ഉണ്ട്. പക്ഷേ നമ്മളിവിടെ 2 ലെയറായിട്ടേ കട്ട് ചെയ്യുന്നുള്ളൂ, ഇല്ലെങ്കിൽ സ്പഞ്ച് ഭയങ്കര തിന്നാവും. അപ്പോൾ നമുക്ക് കൂടുതൽ സ്പഞ്ചും കുറച്ച് ക്രീമാണ് ആവശ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ കുറച്ച് ഷുഗർ സിറപ്പാണ് പൊഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ചേർത്തിട്ടുള്ള ക്രീം ഉണ്ടല്ലോ, ആ ക്രീം ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സൈഡിൽ ഒന്നും കൂടെ ഇങ്ങനെ ക്രീം ആക്കിയിട്ടാണ് നമ്മൾ ഫില്ലിങ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇങ്ങനെ സ്പഞ്ചിൻ്റെ പുറത്തേക്കൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മളെ ഈ കേക്കിന് നമ്മൾ വിപ്പിംഗ് ക്രീമിൻ്റെ ഫ്രോസ്റ്റിങ്ങും ഐസിങ്ങും ഒന്നും ചെയ്യുന്നില്ല, ഇത്ര തന്നെ ചെയ്യുന്നുള്ളൂ. ഇനി ഒന്ന് സെറ്റാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ്. പിന്നെ ഇത് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അതിൽ കുറച്ച് പീനട്ട് കൂടെ ചേർത്തിട്ട് അതാണ് ഇതിന് മുകളിലും സൈഡിലൊക്കെ ആക്കാൻ നോക്കി, പക്ഷേ ആവുന്ന അത്ര ആക്കിയിട്ടുണ്ട്. അതിങ്ങനെ സൈഡിൽ പിടിക്കാത്ത പോലെ. അപ്പോൾ ഉള്ളത് കുറച്ച് അവിടെ പ്രസ് ചെയ്ത് പിടിപ്പിച്ചിട്ട് പിന്നെ മുകളിൽ മാത്രമേ ആക്കിയിട്ടുള്ളൂ. ഇനി ഒരു 5 മിനിറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാനേ നമുക്ക് ടൈമുള്ളൂ. കാരണം നമ്മളിത് സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയുള്ള കേക്കാണ്. അപ്പോൾ രാത്രി ഏകദേശം 12 മണി ഇപ്പം തന്നെ ആയിക്കണേ. പിന്നെ ചോക്ലേറ്റ് ആണ് മുകളിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങനെ ഒരു 5 മിനിറ്റ് വെക്കുമ്പോൾ ഒന്ന് സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ബോക്സിലാക്കിയിട്ട് ഒരു 12:30 വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ നമ്മളിവിടുന്ന് ഒരു 5 മിനിറ്റ് പോകാൻ തന്നെ ഉള്ളൂ. ഇക്കാടെ വീട്ടിലേക്കാണ്. ഇക്കാടെ മോൾക്ക് സർപ്രൈസ് ആയിട്ടാണ് നമ്മൾ കൊണ്ടു കൊടുക്കണം. അപ്പോൾ നമ്മൾ ചെല്ലുന്ന ടൈമിൽ അവർ ഒരു 10-15 മിനിറ്റ് മുമ്പ് അവർ കിടന്നിട്ടുള്ളൂ, ഉറങ്ങിയിട്ടൊന്നുമില്ല. പിന്നെ ആ ടൈം ആയതുകൊണ്ട് തന്നെ ഉറങ്ങി കിടക്കുന്ന കുട്ടികളെ മക്കളൊക്കെ എടുത്ത കാരണം പിന്നെ ഞങ്ങൾ 3 ആൾ കൂടിയിട്ടാണ് വണ്ടിമേ പോയത്. അപ്പോൾ ഏറ്റവും ബാക്കിൽ കേക്ക് പിടിച്ചിട്ടിരുന്നത് ഞാനാണ്. നമ്മളിങ്ങനെ 2 സൈഡ് ഇരുന്നിട്ട് ആ കാല് ഇപ്പുറത്തേക്ക് വെക്കുമ്പോൾ വണ്ടി കുറച്ച് ലൂസ് പാൻ്റ് ആയിരുന്നു. അപ്പോൾ പാൻറ് വണ്ടിയുടെ ഏതോ ഭാഗത്ത് കൊളുത്തി, ഏത് ഭാഗമാണെന്ന് ഇരുട്ടത്ത് കണ്ടില്ല. അങ്ങനെ ഇറങ്ങിയപ്പോൾ കൈ കുത്തി നിലത്ത് വീഴുക ചെയ്തത്. അതിൽ കയ്യിലാണല്ലോ കേക്ക്. അധികം ലെയറൊന്നും ഇല്ലാത്ത കാരണം കേക്കിനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല എന്നൊക്കെയുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ വണ്ടിയുടെ ലൈറ്റ് ഇട്ടിട്ട് നോക്കിയപ്പോൾ ഇങ്ങനെ നല്ല ആ ഒരു ലെയർ നല്ല ഇങ്ങോട്ട് തെന്നി പോന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളവിടെ പുറത്ത് നിന്നിട്ട് ഈ പരപരത്തൊക്കെ പറയണത് കേട്ടിട്ടാണ് അവർ സത്യത്തിൽ ലൈറ്റ് ഇട്ട് പുറത്തേക്ക് വന്ന് എണീറ്റ് നോക്കിയത്. ഐസ് നൈഫൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ആ ലെയർ ഇങ്ങോട്ട് കയറ്റി വെച്ചൊന്ന് സെറ്റാക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അവരോട് പറഞ്ഞേ എങ്ങനെയെങ്കിലും ഇത് റെഡിയാക്കിയിട്ട് നമുക്ക് കേക്ക് വീഡിയോ എടുക്കൽ കട്ട് ചെയ്താലൊക്കെ മതി എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞത് സാരല്ല, അങ്ങനെ മതി, കുഴപ്പമില്ല, നമുക്ക് കട്ട് ചെയ്യാന്ന് തന്നെ. പിന്നെ ടൈം അത്രയല്ലേ, 12:30 കഴിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ എന്തായാലും കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാവർക്കും നല്ല ഇഷ്ടമായി. അപ്പോൾ ഒരു പീസ് കഴിച്ചിട്ട് പിന്നെ നമ്മളവിടെ ഫ്രിഡ്ജിൽ വെച്ച്. എന്തായാലും കേക്ക് വീണ വിഷമമൊക്കെ പോയത് ആ ടൈമിൽ ഇവർ പ്രതീക്ഷിക്കാതിരുന്നപ്പോഴാണല്ലോ ഈ കേക്കും സർപ്രൈസൊക്കെ ആയത്. അപ്പോൾ ആ സന്തോഷമൊക്കെ കണ്ടപ്പോൾ പിന്നെ ആ വിഷമമൊക്കെ പോയി. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് കൂടെ